തളിപ്പറമ്പ് ടൗൺ പാർട്ട് 3. അപ്പോൾ നമ്മൾ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ ഫുള്ള് വണ്ടി നിർത്തിയിട്ടുണ്ട്. വണ്ടിയുടെ പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പഴയ കടകൾ, പ്രിൻസൊക്കെ പഴയ കടയാണ്. പഴയതെന്ന് വെച്ചാൽ ഒരുപാട് പെൻ ഹൗസ്. പെൻ ഹൗസൊക്കെ ഒരുപാട് പഴയതാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഉള്ളതാ. പിന്നെ ഈ കാണുന്ന അക്ഷയ് ബേക്കറി, ഇത് പുതിയ തുടങ്ങിയതാണ്. നമ്മുടെ പഴയത് തായിലായിരുന്നു, അതിപ്പോൾ പുതിയത് ഇവിടെ നമ്മുടെ സ്വന്തം അക്ഷയ് ബേക്കറി. നമുക്ക് നടന്നിട്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ അങ്ങോട്ട് പോവാം. ലോട്ടറി കട, ഒരുപാട് ലോട്ടറി കടയുണ്ട്. പിന്നെ ഈ വലതുവശത്ത് കാണുന്ന കടകളും മിൽമ ഇതൊക്കെ പഴയതാണ്. പഴയത് മീൻസ് പണ്ടേ ഉള്ളതാണ്. ഇത് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്ന റോഡ്. വലിയ തിരക്കില്ല, നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് വൺ വേ ആണ്. അങ്ങോട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ, തിരിച്ചിങ്ങോട്ട് വണ്ടി വരാൻ പറ്റില്ല. അതൊരു നല്ല കാര്യമാണ്. എല്ലാ സ്ഥലത്തെയും മാർക്കറ്റിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ കടകൾ അടുത്തും വലത്തുമായിട്ട് വിശാലമായ റോഡാണ്. അതുകൊണ്ട് വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ കാണിക്കാനുള്ളത് അപ്സര ഡിജിറ്റൽ സ്റ്റുഡിയോ ആൻഡ് വീഡിയോ. മുകളിൽ കാണുന്നില്ലേ, അതന്നെ. ഒരുപാട് പഴയ ബിൽഡിങ്. നമ്മുടെ എന്താ പറയുക, ഫാമിലി വീഡിയോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ. നമ്മൾ ആദ്യമുള്ള കുറച്ച് വീഡിയോസൊക്കെ അവരെടുത്ത വീഡിയോസാണ്. നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കും. ഒരുപാട് വർഷം പഴയതാണ്. ഇതാണ് മാർക്കറ്റിൻ്റെ മെയിൻ ഏരിയ. ഇവിടെ കുറച്ച് ഇതുണ്ടാവും, കാരണം ലോഡ് ഇറക്കാൻ വരുന്ന വണ്ടിയും. ഇതിൻ്റെ ഉള്ളിലേക്കാണ് മാർക്കറ്റ്. ഇത് നമ്മുടെ മാർക്കറ്റ്. തളിപ്പറമ്പ് മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ ഉള്ളിൽ മാങ്ങ, പഴം, നല്ല എന്ത് നീറ്റാണ് നോക്കിയേ. ഇങ്ങനെയല്ലായിരിക്കണം മാർക്കറ്റ്. നോർത്ത് ഇന്ത്യയിലൊന്നും ഇങ്ങനൊരു മാർക്കറ്റ് കിട്ടൂല. ഇതിലിങ്ങനെ നടന്നു കുറച്ച് പോയാൽ മീനിൻ്റെ അങ്ങോട്ടാണ്. മീനിൻ്റെ എല്ലാം നമ്മളിപ്പോൾ അത് പിന്നത്തേൽ കാണിക്കാം. നമുക്ക് ഈ സൈഡ് നോക്കാം ആദ്യം, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് നല്ല മീനിൻ്റെതും കൂടി നോക്കാം. മീനെല്ലാം കുറവാന്ന് തോന്നല്ലോ. എന്നാലും ഉണ്ട്. ഉണക്ക് മീൻ. ഇതിലേക്ക് കൂടെ നടന്നിട്ട് പുറത്തിറങ്ങാം. ഇത് നമ്മളെ മീൻ മാർക്കറ്റിൽ നിന്ന് ഇന്ന് കുറച്ച് കുറവാണ്. ഇത് ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാവും. മീൻ്റെ ഇതിലേക്ക് കൂടെ നടന്ന് ഞാൻ പുറത്തിറങ്ങി. എൻ്റെ പച്ചക്കായി. നമ്മളിതിലെ എങ്ങനെ നടന്നിറങ്ങിയാൽ നമ്മൾ മെയിൻ മാർക്കറ്റ് റോഡിൽ തന്നെ എത്തും. ഞാൻ അങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വാക്ക് ആൻഡ് എക്സ്പ്ലോർ. കുറച്ച് നടന്നോട്ടാ, ഒരു 3 കിലോമീറ്ററായി നടക്കുന്നു. ഇടയ്ക്ക് കട്ട് ചെയ്തെടുത്തുകൊണ്ടാന്ന് അങ്ങനെ ഡിസ്റ്റൻസ് മനസ്സിലാവാത്ത. നമ്മൾ മാർക്കറ്റിലേക്ക് കൂടെ കറങ്ങി മീൻ്റെ ഇതിലേക്ക് കൂടെ വന്ന് പുറത്തിറങ്ങുന്നു. നമ്മൾ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഇറങ്ങി നമ്മൾ പുറത്തിറങ്ങിയാൽ, അതായത് നമ്മളെ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം, അല്ലാത്തവർക്ക് നമുക്ക് എന്താ പറയുക,
ഈ സ്ഥലം പരിചയമില്ലാത്ത ആൾക്കാർക്കാണ് നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി റോഡ് പിടിച്ച് നമ്മൾ നേരെ എത്തുന്നത് മന്ന, നമ്മളീ പറഞ്ഞ ആലക്കോട് ആ റൂട്ടില്ലേ, ആ റോഡ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എത്തുക. നല്ല വെയിലുണ്ട്, വെയിലെത്താൻ നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നടന്ന് നമ്മൾ മാർക്കറ്റിൻ്റെ ബാക്കിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡ് പിടിക്കാം. ഈ റോഡ് എന്ന് പറയുന്നത്, ഈ മുന്നിൽ കാണുന്ന റോഡ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മന്ന ആ ഏരിയ. പിന്നെ ആടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഈ പറഞ്ഞ മലയോര മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ ആലക്കോട്, മണക്കടവ് ആ ഒരു റൂട്ട്. കൂടുതലും അവിടെ കുടിയേറി പാർത്ത ആൾക്കാരും അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ തളിപ്പറമ്പ് കണ്ണൂർ ഭാഷ മാറി, കുറച്ച് ഭാഷ അങ്ങ് മാറും. അവിടുത്തെ കുറച്ച് എന്താ പറയുക, മലയോര മേഖല കുടിയേറി പാർത്ത ആൾക്കാരായതുകൊണ്ടായിരിക്കും അങ്ങോട്ട് കൂടുതൽ ഭാഷ മാറും. അപ്പം നടന്ന് എന്താ പറയുക, നേരത്തെ പറഞ്ഞ റോട്ടിലെത്തി ഒരു സർക്കിള് പോലെ. ഞാൻ തളിപ്പറമ്പ് എക്സ്പ്ലോർ വീഡിയോ പാർട്ട് 1 ഇട്ടിട്ടുണ്ടായിരുന്നേ, തുടക്കത്തിലിട്ടിട്ടുണ്ടായിരുന്നേ. ആ ഒരു ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആ ജംഗ്ഷനിൽ നിന്ന് കറങ്ങി ലൂർദ് വഴി കറങ്ങി ഫുള്ള് മാർക്കറ്റ് കറങ്ങി തിരിച്ച് ഞാൻ വീണ്ടും ആ ജംഗ്ഷനിലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ മീൻസ് എടുത്ത 2-3 വീഡിയോയിൽ അതാ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആ പോയിന്റിൽ നിന്ന് നടന്ന് കറങ്ങി ഒരു സർക്കിൾ അടിച്ചിട്ട് വീണ്ടും ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തി. ആ പോയിന്റ് വീഡിയോ കണ്ട് മനസ്സിലാവാത്തവർക്ക് വേണമെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക്. നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ കവാടം ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കവാടം എൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു, ഇപ്പോൾ അതെൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത പാട്ട് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.